ഹായ് ഗൈസ്. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അറേയിലേക്ക് എങ്ങനെ ഡാറ്റ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഡാറ്റ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് ഗോത്രോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ഹോബീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ ക്രിക്കറ്റും ഉണ്ട്, ഞാൻ തൽക്കാലം ഫുട്ബോളും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഐറ്റം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഹോബീസ് ഡാറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റ് ഫുട്ബോളും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലേക്ക് പുതിയൊരു ഐറ്റം ആഡ് ചെയ്യണം. ഓക്കെ, സോ മോസ്റ്റ് കോമൺ മെത്തേഡ് നമ്മൾ മുൻപ് യൂസ് ചെയ്തിരുന്നു, സിമ്പിളാണ്. ഹോബീസ് ഡോട്ട് പുഷ് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഹോബീസ് ഡാറ്റ ഡോട്ട് പുഷ് കൊടുത്തിട്ട് അവിടെ ഞാൻ പുതിയൊരു ഹോബി റീഡിങ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഹോബീസ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അത് ആഡ് ആയിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ലാസ്റ്റ് നമ്മുടെ അറേയുടെ ലാസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അത് ചെയ്യുന്നുണ്ട്, ആഡ് ആവുന്നുണ്ട്. സോ പുഷ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത പുഷ് മെത്തേഡ് എപ്പോഴും ഈ ഡാറ്റ ഈ അറേയുടെ എൻഡിലായിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ കൊടുക്കുന്നൊരു ഡാറ്റ മുന്നിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു ഡാറ്റ ഇവിടെ മുന്നിലായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് യൂസ് ചെയ്യാം. അതാണ് അൺഷിഫ്റ്റ്. അൺഷിഫ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനിലേക്ക് ആഡ് ആകും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കല് ഹോബീസ് ഡാറ്റ ഡോട്ട് അൺഷിഫ്റ്റ് എന്നിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം ഞാൻ കോഡിംഗ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഹോബീസ് ഡാറ്റ ചെക്ക് ചെയ്യാം. ഒന്നും കൂടി ഹോബീസ് ഡാറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലായി അത് മുന്നിലേക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. സോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് മനസ്സിലായി കോഡിങ്ങിൻ്റെ ഫസ്റ്റ് എലമെൻ്റാണ് നമ്മൾ കൊടുക്കുന്ന ഐറ്റം വന്നിരിക്കുന്നത്. സോ ചിലപ്പോൾ ഒരു നെയിം നിങ്ങൾക്ക് വീടായിട്ട് തോന്നില്ല. അൺഷിഫ്റ്റ് എന്ന് കേട്ടാൽ റിമൂവ് അല്ല ചെയ്യേണ്ടത്, പക്ഷേ അത് ആഡ് ആവണല്ലോ ചെയ്യുന്നുള്ളത്. സോ അതിൻ്റെ മീനിങ് ഞാൻ ലേറ്റർ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളിത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട്, അതാണ് പോപ്പ് മെത്തേഡ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ റീഡിങ് റിമൂവ് ചെയ്യണം എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ ഐറ്റം റീഡിങ് ആണല്ലോ. അത് ലാസ്റ്റ് അറേയിലെ ലാസ്റ്റത്തെ ഐറ്റം റിമൂവ് ചെയ്യണമെങ്കിൽ ഹോബീസ് ഡാറ്റ ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഹോബീസ് ഡാറ്റ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ പോയി. കണ്ടോ, റീഡിങ് ഉണ്ടായിരുന്നു, നമ്മൾ പോപ്പ് വെച്ച് വിളിച്ചു, ഹോബീസ് ഡാറ്റ പോപ്പ് വെച്ച് വിളിച്ചു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അത് ലാസ്റ്റ് ഐറ്റം റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്ന റീഡിങ് അത് റിമൂവ് ആയി. പിന്നെ അറേ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിമൂവ് ചെയ്തിട്ടുള്ള അറേ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പോപ്പ് എന്ന് പറഞ്ഞാൽ അത് അവസാനം അറേയുടെ അവസാനം റിമൂവ് ചെയ്ത് തരും, ഐറ്റം റിമൂവ് ചെയ്യും. സോ പോപ്പ് നമ്മൾ റൺ ചെയ്തപ്പോൾ ഒരു വാല്യൂ റിട്ടേൺ ചെയ്തു അല്ലേ. കണ്ടോ, ഇത് റിട്ടേൺ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തപ്പോൾ കോൾ ചെയ്തപ്പോൾ ഇത് സംഭവം റിട്ടേൺ വന്നിട്ടുണ്ട്. ഓക്കെ, സോ പോപ്പ് കോൾ ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നു, പക്ഷേ ഈ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യുന്നത് ആ റിമൂവ് ചെയ്ത ഐറ്റമാണ് ഇത് റിട്ടേൺ ചെയ്ത് തരാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു റിമൂവ്ഡ് ബേസിക്കലി എന്താ ചെയ്യുക, ഇത് എന്താ ചെയ്യുക വെച്ചാൽ ആ പോപ്ഡ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് തരും, റിട്ടേൺ ആയിട്ട് തരും. ഓക്കെ, ഇനി നമുക്ക് ബിഗിനറിലായിട്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്, അതാണ് ഷിഫ്റ്റ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഹോബീസ് ഡാറ്റ ഡോട്ട് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് വിളിച്ചു. ഓക്കെ, എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഹോബീസ് ഡാറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ അറേ വോൾട്ട് വന്നു. കാരണം ഇത് ആദ്യത്തെ എലമെൻ്റ് എന്താണോ അറിയില്ല അത് റിമൂവ് ചെയ്യും ഷിഫ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ കോഡിങ് ഉണ്ടായിരുന്നത് അത് റിമൂവ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ഈ നെയിംസ് എന്താണെന്നുള്ളത്. സോ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ന് വെച്ചാൽ അറേയിലുള്ള ഐറ്റംസ് എല്ലാം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയിരുന്നു, അതാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഷിഫ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് പോയി. അപ്പോൾ ഇത് ക്രിക്കറ്റ് ലെഫ്റ്റിലേക്ക് വരണം, ഫുട്ബോൾ പിന്നെ ലെഫ്റ്റിലേക്ക് വരണം, അതുകൊണ്ട് അങ്ങനെ പോകും. സോ ഫസ്റ്റ് എലമെൻറ്റ് ലെഫ്റ്റ് സൈഡിലാണല്ലോ ഫോളോ ഓഫ് ആവുന്നത്, ഡിലീറ്റ് ആവുന്നത്. സോ ബാക്കി എല്ലാ എലമെൻറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവണം. സോ അൺഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടാണ്, എലമെൻറ്റ്സ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആകുന്നു. സോ ഇൻഡെക്സ് 0 ആദ്യം ഇൻഡെക്സ് 0 ഫ്രീ ആയിട്ട് വയ്ക്കും. നമ്മളിവിടെ യൂസ് ചെയ്തിരുന്നു അൺഷിഫ്റ്റ് ബേസിക്കലി. അപ്പോൾ എന്ന് വെച്ചാൽ ഇൻഡെക്സ് ആദ്യം 0 ആക്കി വയ്ക്കും, എന്നിട്ട് പുതിയ ഐറ്റം അവിടെ ഇൻസെർട്ട് ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസ് പതുക്കെ എല്ലാം തന്നെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ എലമെൻറ്റ്സ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആകും. ഇത് ഷിഫ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഷിഫ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷിഫ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആകും. ഓക്കെ, സോ ചെറിയ അറേസിലൊക്കെ ആണെങ്കിൽ ഇത് കാര്യമായിട്ട് ഡിഫറൻസ് ചെയ്യില്ല ഈ ഫീൽഡിലൊക്കെ, ഈ ഷിഫ്റ്റും അൺഷിഫ്റ്റ് ഒന്നും. ഓക്കെ,
ബട്ട് കൺസെപ്റ്റിലി ബേസിക്കലി പറയുകയാണെങ്കിൽ പുഷ് അല്ലെങ്കിൽ പോപ്പാണ് കുറച്ചുകൂടി ഫാസ്റ്റർ. കാരണം അത് ഈ അവസാനത്തെ എലമെൻറ്റ് മാത്രമേ ടച്ച് ചെയ്യുള്ളൂ ഇൻഡെക്സ്. ബാക്കിയുള്ള എലമെൻറ്റ്സിലൊന്നും ഐറ്റംസിനൊന്നും ടച്ച് ചെയ്യില്ല അറേയിൽ, ലാസ്റ്റത്തെ മാത്രമേ ടച്ച് ചെയ്യുള്ളൂ. സോ പുഷും പോപ്പ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റാണ്. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോവർ ആയിരിക്കും. കാരണം ഇത് ബാക്കിയുള്ള എലമെൻറ്റ്സ് ഷിഫ്റ്റ് ചെയ്യണം, അൺഷിഫ്റ്റ് ചെയ്യണം. സോ അങ്ങനെ ബാക്കിയുള്ള എലമെൻറ്റ്സ് ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഷിഫ്റ്റും അൺഷിഫ്റ്റും കുറച്ച് സ്ലോ ആയിരിക്കും പെർഫോമൻസ് വൈസിൽ. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് അല്ലെങ്കിൽ റിമൂവ് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു, നിങ്ങൾക്ക് തുടക്കം തന്നെ അറേയുടെ തുടക്കം തന്നെ ഐറ്റം വേണം എന്നെടുക്കുന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ ഈ മെത്തേഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ അറേൻ്റെ മിഡിലിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഹോബീസ് ഡാറ്റ, ഇപ്പോൾ നമുക്ക് ഫുട്ബോൾ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫുട്ബോൾ മാത്രം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് 1 കൊടുക്കാം. ഓക്കെ, ഈക്വൽ ടു വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ബേസ്ബോൾ എന്ന് കൊടുക്കാം. അപ്പോൾ ഹോബീസ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചേഞ്ച് ആയി. അപ്പോൾ പെർട്ടിക്കുലർ ഇൻഡെക്സിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 ഐറ്റം ഉണ്ട്. അപ്പോൾ 3ാമത്തെ ഐറ്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2 ഐറ്റം ഉള്ളൂ. ഇൻ കേസ് ഞാൻ പറയുകയാണെങ്കിൽ 5-6 ഐറ്റം ഉണ്ടെങ്കിൽ ഇൻഡെക്സ് കറസ്പോണ്ടിങ് ഇൻഡെക്സ് എടുക്കുക. ഇവിടെ നമ്മൾ ചെയ്ത പോലെ ഇൻഡെക്സ് എടുക്കുക, എന്നിട്ട് അത് ആക്സസ് ചെയ്യുക, എന്നിട്ട് അത് കൊടുക്കുക. എന്താ വാല്യൂ കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്ത് വയ്ക്കുക. ഓക്കെ, സോ ഇപ്പോൾ അങ്ങനെ നമുക്ക് ഇതാവും. പിന്നെ തൽക്കാലം പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അറേയിൽ ഇപ്പോൾ കറൻ്റ്ലി 2 ഐറ്റം മാത്രം ഉണ്ടെന്ന് കരുതുക നമ്മുടെ കേസിൽ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ കേസിൽ അറേയിൽ 2 ഐറ്റം ഉള്ളൂല്ലോ. ഇപ്പം ഞാൻ ഹോബീസ് ഡാറ്റ ഓഫ് 5ാമത്തെ ഇൻഡെക്സ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാണ് ഈക്വൽ ടു റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനി ഈ ഹോബീസ് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നറിയോ? സോ ഇൻഡെക്സ് 0-ൽ ഇതുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്. ഇൻഡെക്സ് 1-ൽ ബേസ്ബോൾ ഉണ്ട്. പിന്നെ ഇൻഡെക്സ് 5-ൽ റീഡിംഗ് ഉണ്ട്. ഓക്കെ, സോ ബിറ്റ്വീൻ ഈ ഇപ്പം 5 എണ്ണം കൊടുത്തു, 3 പിന്നെ ഇടയിലുള്ളത് 3 എണ്ണം. ഓക്കെ, മൊത്തം ഹോബീസ് ഡാറ്റ ഡോട്ട് ലെങ്ത് എടുക്കുമ്പോൾ 6 ഉണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാവും. ലെങ്ത് എടുത്ത് കഴിഞ്ഞാൽ 6 വരും. സോ ഇവിടെ 3ഉം, കാരണം 0 സ്റ്റാർട്ട് ചെയ്യുന്നു, 5-ൽ റീഡിംഗ് ആണ്. സോ ഇടയിൽ 3 ഐറ്റം ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് എം ടി സ്ലോട്ട്സാണ് എടുക്കുന്നത്. ഓക്കെ, സോ അത് എം ടി സ്ലോട്ട്സായി മാറും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇടയിൽ ഓഫ് ഹോബീസ് ഡാറ്റ ഓഫ് 4 നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യണം. എന്താണെന്ന് അറിയാനായിട്ടുണ്ടെങ്കിൽ അത് അൺഡിഫൈൻഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, കാരണം അതിൻ്റെ ഉള്ളിലൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 0, 1 കഴിഞ്ഞാൽ പിന്നെ 5-ലാണ് ഡാറ്റ ഉള്ളത്. 2, 3, 4-ൽ ബേസിക്കലി ഒന്നുമില്ല, എം ടി ആണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അൺഡിഫൈൻഡ് ഇവിടെ റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, സോ റിയൽ കേസസിലൊക്കെ ഇത് 99.9% ടൈംസും ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ബെസ്റ്റായിട്ട്. സോ അറേസിൽ ഇങ്ങനെ ഹോൾസ് ക്രിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് വളരെ റെയറാണ്. അത് അത്ര അഡ്വൈസബിളും അല്ല, വളരെ റെയറുമാണ് ഇതുപോലത്തെ ഈ എം ടി ഒക്കെ ഇട്ടിട്ട് അറേസിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ പുഷ് ബേസിക്കലി എന്തെന്ന് പറഞ്ഞാൽ എൻഡിൽ ആഡ് ചെയ്യുന്നു. പോപ്പ് എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുന്നു എൻ്റെ നിന്ന്. അൺഷിഫ്റ്റ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിൽ ആഡ് ആകുന്നു. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിൽ റിമൂവ് ചെയ്യുന്നു. സോ ഷിഫ്റ്റും കുറച്ച് സ്ലോവർ ആയിരിക്കും പെർഫോമൻസ് വൈസിൽ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറേ ഓഫ് ഇൻഡെക്സ് ഈക്വൽ ടു ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ റീപ്ലേസ് ചെയ്യാം ആ വാല്യൂ, അല്ലെങ്കിൽ സെറ്റ് ചെയ്യാം, പുതിയ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പിന്നെ നോൺ എക്സിസ്റ്റിംഗ് ഇൻഡെക്സ് സെറ്റ് ചെയ്യണമെങ്കിൽ എം ടി സ്ലോട്ട്സ് ആയിട്ട് ഉണ്ടാവുക. സോ ഇത്ര ഉള്ളൂ ബേസിക്കലി ഈ അറേയുടെ ആഡിങ് ആൻഡ് റിമൂവിങ് ഐറ്റംസൊക്കെ അറേ ബേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തഡായി സ്ലൈസിലേക്ക് ഒന്ന് പോവാം. ബട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. സോ നാളെ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.